ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞൊരു പ്രഭാതമാണ് കേട്ടോ. എന്നാലോ വെളുപ്പിനാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഉണർന്ന് എണീക്കുമ്പോൾ ഇന്നൊരു മഴ ദിവസമായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് പുറത്തൊക്കെ വന്ന് നോക്കിയപ്പോഴേക്കും നല്ല ഉണങ്ങി നല്ലൊരു പ്രഭാതം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് നമ്മൾ എഴുന്നേറ്റ് അപ്പം തന്നെ എടുത്ത് പുറത്ത് വെച്ചും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ആ ഒരു സമയമാകുമ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് അങ്ങനെ എടുത്തും കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ ഇരുന്ന് അതിന് ശേഷമാണ് ഇന്ന് മുറ്റടിക്കുന്നത്. കാരണം വെളുപ്പിനെ മഴ പെയ്തതുകൊണ്ട് തന്നെ ഇത്തിരി നനവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ സമയം കഴിഞ്ഞിട്ടാണ് അടിക്കുന്നത് കേട്ടോ. ഇഷ്ടംപോലെ ചവറാണ് വീണിരിക്കുന്നത്. അപ്പോൾ മഴയും കാറ്റൊക്കെ ഉണ്ടാവും, അല്ലാതെ ഇത്ര ചവറൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ അടിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ മരങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്, ചെടികളും മരങ്ങളും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ചവറൊക്കെ അടിച്ച് കൂട്ടുമ്പോൾ തോന്നും, ഇതൊന്നും ഇല്ലെങ്കിൽ ഇത്തിരിയും കൂടി സുഖമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തോന്നുകയും ചെയ്യും കേട്ടോ. ടൈലിട്ട സ്ഥലത്ത് അടിക്കാനായിട്ട് നമുക്ക് വലിയ പാടൊന്നും ഇല്ല കേട്ടോ. ഇനി അപ്പുറത്തെ ഭാഗത്തേക്ക് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇരുമ്പം പുളിയുടെ ഇല, അതുപോലെ തന്നെ നമ്മുടെ നെല്ലിപ്പുളിയുടെ ഇല, ഇത് രണ്ടും കൂടി അങ്ങോട്ട് നിലത്ത് വീണ് പതിഞ്ഞിട്ട് ഉണങ്ങിയാൽ മാത്രമാണ് അടിച്ചാൽ നീങ്ങുള്ളൂ കേട്ടോ. അതുപോലെയാണ് ഇരിക്കുക. അപ്പോൾ ഇനിയുണ്ടല്ലോ നമുക്ക് കറി വെക്കാൻ നോക്കാം. ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ എടുത്തും കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ചെറുതാക്കി അരിഞ്ഞും കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ പൊടികളും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചും കഴിഞ്ഞിട്ട് നല്ല പോലെ മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അലക്കൽ കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പോഴേക്ക് ഈ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പിടിച്ച് കുറച്ച് സമയമൊക്കെ വെച്ച് അതിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ട് കറിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ, ഇന്ന് ചിക്കൻ വയ്ക്കുമ്പോൾ വൈകിട്ട് രമേശനോട് പൊറോട്ട വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞാലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, പൊറോട്ട അത്ര നല്ല സാധനമൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ അത് വേണ്ടെന്നും അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഈ പൊടികളൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നല്ല പോലെ അത് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ അവിടെ കായക്കൊലകളൊക്കെ ഇഷ്ടം പോലെ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുടപ്പന് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുടപ്പന എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഒരു തോരൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ രമേശേട്ടനാണ് അരിഞ്ഞ് തന്നത് കേട്ടോ. അരിഞ്ഞ് തന്നിട്ട് അതിൽ ഞാൻ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് തിരുമ്മിയും കഴിഞ്ഞ് കുറച്ച് സമയം വെച്ചതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിനൊരു ചിലതിന് ഇത്തിരി കയ്പ്പൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, കയ്പ്പും ചവർപ്പൊക്കെ ചിലതിന് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് സമയം തട്ടിപ്പൊത്തി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കയ്പ്പോ ചവർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഇതാണ്, കുഴപ്പനാണ്, ഇതിന് ചവർപ്പൊന്നും ഉണ്ടാവില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധികം സമയം അങ്ങനെ തട്ടിപ്പൊത്തിയൊന്നും വെച്ചില്ല കേട്ടോ. കുറച്ച് സമയം തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നാളികേരമൊക്കെ ചെരുക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞ് കടുകും വേപ്പിലൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സിമ്മിലാണ് കേട്ടോ ഇടേണ്ടത് തീ. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അടച്ചു മൂടി വെച്ച് വീണ്ടും തുറന്ന് അങ്ങനെ നമ്മൾ ഈ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റുമാണ്, അത് മാത്രമല്ല വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കിട്ട പാചക പരിപാടികളിലാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിച്ച് നോക്കി. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പ് കുറച്ചേ നമ്മൾ ഇടാൻ പാടുള്ളൂ കേട്ടോ. എങ്ങാനും കൂടിപ്പോയാൽ പിന്നെ കുറച്ചും കൂടി നാളികേരമൊക്കെ ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മെഷീനിൽ തുണികളൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കത് കൊണ്ടുപോയി കഴിഞ്ഞ് വിരിക്കാം. അപ്പോൾ പുറത്ത് വിരിക്കണോ അതോ ടെറസിൽ വിരിക്കണോ എന്നൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും അതുപോലെ തന്നെ തക്കാളിയും ഇഞ്ചിയും ഒക്കെ എടുത്തും കഴിഞ്ഞ് ഞാൻ രമേശേട്ടന് വെച്ച് കൊടുത്തു. സവാളയൊക്കെ തോട് കളഞ്ഞു കഴിഞ്ഞിട്ട് കഴുകി അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല കുരുകുനാന്നരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോൾ തക്കാളിയും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കറിലൊരു 3 വിസിലടിപ്പിച്ച ചിക്കനാണ് കേട്ടോ ഇത്. എന്നിട്ട് അത്
അതിലേക്ക് അങ്ങോട്ട് നമ്മൾ ചെരിഞ്ഞങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഒന്ന് ഇതിലേക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് പെരിഞ്ചീരകവും അതുപോലെ തന്നെ കുരുമുളകും കൂടിയിട്ട് പൊടിച്ച പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാകത്തിന് ഗ്രേവി ആകുമ്പോൾ ഓഫ് ചെയ്യുകയും ചെയ്യാം. നല്ലൊരു കറിയൊക്കെ ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്പത്തിൻ്റെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കറി ചോറിനും കഴിക്കാം കേട്ടോ. പിന്നെ ഇതാ രമേശേട്ടൻ പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഇരുവശത്തും ഇഷ്ടം പോലെ പുല്ല് മുളച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, ഇതൊക്കെയായിരുന്നു രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇനി ഉച്ച തിരിഞ്ഞുള്ള വിശേഷമാണ് കാണിക്കുന്നത്. 4 മണി 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 5 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ മുറ്റടിക്കാൻ വേണ്ടി ചൂലും കൊണ്ടുവന്നപ്പോഴാണ് ഓരോ ഐഡിയകൾ ഇങ്ങനെ തലയിൽ വരുന്നത് കേട്ടോ. കുറേ നാൾ മുൻപ് ഞാൻ ഈ കിണറിൻ്റെ ചുറ്റും ഒരു തരം ചെടി പച്ചയും വൈറ്റും കൂടിയിട്ടുള്ള ഇലച്ചെടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ച് കൊടുക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോവും. ഇത് തന്നെയാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവിടുത്തെ ഈ ബേബി മെറ്റലൊക്കെ ഇങ്ങോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ ആകെ പ്രാകൃതമായിട്ടാണ് തോന്നുന്നത് നമുക്ക്. ഇനി ഇതിനെ നമുക്ക് സ്റ്റൈലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് മുറ്റം ഓടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ മുറ്റത്ത് കൂടിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് പലതും തോന്നൂലേ, അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ ഇന്ന് അങ്ങനെ തോന്നിയിട്ടോ, കിണറിന് ചുറ്റും അങ്ങോട്ട് നല്ല ഭംഗിയാക്കണം എന്ന് തോന്നിയിട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഈ പിങ്ക് നിറത്തിലുള്ള ചെടികളുണ്ടല്ലോ, അപ്പോൾ ഈ ചെടി അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കുണ്ടല്ലോ ജോലികൾ, കിച്ചണിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലർ പറയും എനിക്ക് സുഖമാണ്, അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പരിസരം വൃത്തിയാക്കാതെ കിച്ചണിലെ ജോലികൾ, വീടിൻ്റെ ഉൾഭാഗം മാത്രം ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന വീടുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടൊപ്പം പുല്ലൊക്കെ ഉണ്ടായിരിക്കും അവരുടെ മുറ്റത്തൊക്കെ കേട്ടോ. അപ്പോൾ അതത്ര നല്ല ശീലമൊന്നുമല്ല കേട്ടോ. ഒന്നാമത്തെ മഴക്കാലമൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിരിക്കണം. വീടിൻ്റെ ഉള്ളിൽ മാത്രം ഭംഗിയും വൃത്തിയായിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണോ നമുക്ക് ഒഴിവ്, അതുപോലെ തന്നെ മഴയില്ലാത്ത സമയം അങ്ങനെയൊക്കെ നോക്കി നമ്മുടെ ഓരോരുത്തരുടെയും ജോലി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മുറ്റവും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി ഇടാനായിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ വൃത്തിയും വെടുപ്പുള്ള ആ പരിസരം കാണുമ്പോൾ തന്നെ എന്തൊരു ശാന്തതയും സമാധാനമാണ് തോന്നുക. അല്ലാതെ നമ്മൾ നിറയെ പുല്ല് വളർന്ന് നിൽക്കുന്ന മുറ്റത്ത് കൂടെ ഒരു വീട്ടിൽ കാർ ഷെഡ് വരെ എത്താൻ കഴിക്കുന്ന പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ പേടി തോന്നും അല്ലേ. വല്ലതൊക്കെ ഇരിക്കുന്നുണ്ടാവുമോ, അല്ലെങ്കിൽ ഇതെന്താണിത് എന്നൊക്കെ തോന്നും. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വെറുപ്പും ഇതൊക്കെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടമ്മമാരായിരിക്കണതിന് മുൻകൈ എടുക്കേണ്ടത് കേട്ടോ. ചില ഗൃഹനാഥന്മാരും ഇതിനൊക്കെ സഹായിക്കും കേട്ടോ. അവർ സഹായിക്കുകയാണെങ്കിൽ വേണ്ടാന്നൊന്നും പറയരുത്, ഒപ്പം നിന്ന് തന്നെ അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. ഇനിയിപ്പോൾ അവർക്കൊന്നും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയായാലും നമുക്ക് വീക്കെൻഡിലെങ്കിലും നമ്മളിങ്ങനെ പരിസരമൊക്കെ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അങ്ങനെ പിങ്ക് ചെടിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതാ ചെറിയ ചെറിയ കുഴികളെടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 തണ്ട് വെച്ചിട്ടാണ് ഞാൻ കുഴിച്ചിടുന്നത് കേട്ടോ. 4 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കൂടി തിക്കിൽ നിൽക്കും. ആദ്യം തന്നെ 2 എണ്ണം കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് അതൊക്കെ പൊടിച്ച് പിടിച്ചൊക്കെ കിട്ടട്ടെ, എന്നിട്ടാവുക നമുക്ക് അടുത്തതൊക്കെ കുഴിച്ചിടാനായിട്ട്. നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മറ്റുള്ളവരായിട്ടൊക്കെ സംസാരിച്ച് വെറുതെ സംസാരിച്ച് സമയം കളയുക അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ മറ്റു വീടുകളിലൊക്കെ പോയിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ അത്യാവശ്യത്തിന് മാത്രം നമ്മൾ കാര്യങ്ങളൊക്കെ ആവാട്ടെ, അനാവശ്യമായിട്ട് സംസാരിച്ച് നമ്മുടെ സമയമൊന്നും നമ്മൾ കളയരുത് കേട്ടോ. ചിലർ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെയാണ് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു ഉപകാരമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ 1 മണിക്കൂറൊക്കെ സംസാരിക്കുന്ന ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ചുരുക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് അതൊക്കെ നമുക്ക് എന്തെങ്കിലും നല്ല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ സമയമൊക്കെ നമ്മൾ വിനിയോഗിക്കണം കേട്ടോ. സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കില്ല അല്ലേ. നമുക്ക് ഇങ്ങനെ തോന്നിയ പോലെ ഇപ്പോൾ കിടന്നുറങ്ങിയും കഴിഞ്ഞ് ഒരു പകൽ മുഴുവൻ നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നണമെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ ചുമ്മാ ഇരുന്നും കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ദിവസം തള്ളി നീക്കാം. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ തള്ളി നീക്കുന്ന ആ ദിവസങ്ങളൊന്നും തന്നെ നമുക്ക് തിരിച്ച് കിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സമയവും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല കേട്ടോ. എല്ലാവരുടെയും ജീവിതത്തിലും ഓരോരോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കണം കേട്ടോ.
മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണെങ്കിൽ എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ തന്നെ ഒരു അറപ്പും വെറുപ്പൊക്കെ തോന്നും കേട്ടോ. മടിയാണ് ഇങ്ങനെ. അപ്പോൾ മണ്ണിൽ കൈ ഇട്ട് കഴിഞ്ഞിട്ട് ഓരോ ജോലികൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയങ്ങളാണ് മഴ പെയ്യുന്ന സമയങ്ങൾ. അപ്പോൾ അതല്ലാത്ത സമയങ്ങളിൽ നമ്മളിങ്ങനെ പുറത്തുള്ള ജോലികളൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ പരിസരമൊക്കെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മഴ പെയ്യുമ്പോൾ നമുക്ക് അകത്തിരുന്നോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് നമ്മുടെ 4 ചുറ്റുമൊക്കെ നോക്കിയും കഴിഞ്ഞ് നമുക്ക് ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇനിയാണെങ്കിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുല്ലിങ്ങനെ മുളയ്ക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു മുറ്റത്ത് പുല്ലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഞാൻ ബേബി മെറ്റൽ ഇടും കേട്ടോ. ബേബി മെറ്റലും അതുപോലെ തന്നെ ഇത്തിരി വലിയ മെറ്റൽ എന്തോ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കിടക്കുന്നുണ്ട്. അതാണെങ്കിൽ ഞാൻ ചട്ടിയിൽ കോരി കഴിഞ്ഞിട്ട് നമ്മൾ പെരുമാറുന്ന ആ സ്ഥലത്തൊക്കെ ഇടും കേട്ടോ. അതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡെയിലി മുറ്റടിക്കുന്നുണ്ടല്ലോ, മുറ്റടിച്ച് കൂട്ടുന്ന ആ സ്ഥലത്തേക്കായിരിക്കും ആ മുറ്റത്തിലെ കല്ലുകളൊക്കെ വന്നടിയുക. ആ കല്ലുകളൊക്കെ നമുക്ക് തിരിച്ച് ഒരു ചാക്കിലോ അല്ലെങ്കിൽ ചട്ടിയിലോ കോരിയും കഴിഞ്ഞിട്ട് മുറ്റത്താകെ ഇങ്ങനെ വിരിച്ചിടണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെളിയും കെട്ടില്ല, കല്ലുകൾ മുകൾ ഭാഗത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ പുല്ലുകളും അങ്ങനെ വരില്ല കേട്ടോ. അത്ര സ്പീഡിലൊന്നും പുല്ലുകൾ മുളക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ എപ്പോഴും മണ്ണ് മാത്രമാക്കി ഇടാതെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്ത് അങ്ങനെയൊന്നും ചെയ്യാതെ മെറ്റലൊക്കെ ഇടാം കേട്ടോ. ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഏതാണ്ട് ഈ ഒരു കിണറിന് പാദസരമൊക്കെ ഇട്ടേക്കണ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു മുറ്റം മോടി പിടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ കുറച്ച് ജാതിക്കത്തൊണ്ട് എടുത്തും കഴിഞ്ഞിട്ട് ഞാൻ അച്ചാറിന് വേണ്ടിയിട്ട് പീസാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അതിൻ്റെ കട്ടിയുള്ള ഭാഗങ്ങളും അതുപോലെ ഉൾഭാഗം ആ ഒരു ഭാഗങ്ങളൊക്കെ തോണ്ടി ഒന്ന് കത്തി കൊണ്ടൊക്കെ കളഞ്ഞിട്ട് വേണം കുഞ്ഞു അരിഞ്ഞ് അച്ചാറിടാൻ കേട്ടോ. അപ്പോൾ ഇന്ന് രമേശ് ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന കുമ്പളങ്ങയുടെ നീട്ടം കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.